ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫ്രോക്സ്. ഇന്ന് ഞാനൊരു പാചക വീഡിയോ ആണ് ചെയ്യുന്നത്. മുട്ട കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസിയായ ഒരു സ്നാക്സിൻ്റെ വീഡിയോ ആണിത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ മുട്ട ഉണ്ടാവും, നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു പാത്രത്തിൽ ഇതാണ് മെഷറിംഗ് കപ്പായിട്ട് എടുത്തിരിക്കുന്നത്. ഈക്വൽ ഗോതമ്പ് പൊടിയും മൈദയും ഈക്വൽ ആയിട്ടാണ് ഇടുന്നത്. ഇതിനകത്ത് 100 ഗ്രാം വീതമാണ് എടുത്തിരിക്കുന്നത്. മൈദയും കൂടി ഇടുന്നു. അപ്പോൾ മൈദ മാത്രം കൊണ്ടും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഗോതമ്പ് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ മൈദമാവ് മാത്രം വെച്ചും ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ രണ്ടും ഈക്വൽ എമൗണ്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുന്നു. ഇനി നമുക്ക് രണ്ടും കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് 100 ഗ്രാം എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് മെഷർമെൻറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഓരോ ഈക്വലായിട്ട് എടുക്കണം എന്നുള്ളതേ ഉള്ളൂ. ഓരോ കപ്പ് വീതം എടുക്കുക. രണ്ട് മാവും ഇല്ലെങ്കിൽ മൈദ മാത്രം എടുത്താലും മതി, നല്ലത് തന്നെയാണ്. ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വെള്ളം ഉപയോഗിച്ച് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന അതേ മെഷർമെൻറ്റ് അതേ കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കാം. ഇതുപോലെ ഇങ്ങനെ കയ്യിൽ ഒട്ടാത്ത പരുവത്തിൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ പരുവത്തിലൊന്ന് ആക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിന് ഒരു 15 മിനിറ്റ് ഇതുപോലെ അടച്ചു വെക്കാം. ഇനി ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു സവാളയാണ്. മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ്. അത് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക്. ഇപ്പം എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ 2 or 3 ഒക്കെ എടുക്കാം. എനിക്ക് എരിവ് കുറച്ച് മതി, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തത്. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതൊരല്പം പുതിനയിലയാണ്. അപ്പോൾ പുതിനയില ഇല്ല എന്നുണ്ടെങ്കിൽ അല്പം കറിവേപ്പില ഇട്ടാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടി നമുക്ക് ഈ മുട്ടയിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. സവാള, പിന്നെ പച്ചമുളക് ഇടാം, പിന്നെ ഈ പുതിനയില കൂടി ഇടാം, പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ ഞാനൊരല്പം ഗരം മസാലയുടെ പൊടി ചേർക്കുന്നുണ്ട്, 1/4 സ്പൂൺ. ഇത് ടേസ്റ്റ് ഇഷ്ടം ഉണ്ടെന്നുള്ളവർക്ക് ഇട്ടാൽ മതി കേട്ടോ. എല്ലാവരും ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുള്ളവർ ഇത് ചേർക്കണ്ട. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതിപ്പോൾ ഒരു തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് കണ്ടോ. ഇത് മാറ്റി വെക്കുക. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ മാവ് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക. ഈ ഒരു സൈസ് വരുന്ന ഉരുളകളാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് പലകയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. പൊടി തൂവിയിട്ട് തന്നെ പരത്തിയെടുത്താൽ മതി. ഇതുപോലെ തന്നെ നമ്മൾ ഇത്രയും ഉള്ള ഒരു ഷേപ്പ്, ഇത്രയും വലിപ്പത്തിൽ നമ്മൾ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു മിനിമം തിക്നെസ്സും വേണം കേട്ടോ. നമുക്കിതിനുള്ളിലേക്ക് ഈ ബാറ്റർ ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് ഇടാം. ഇതുപോലെ നമുക്ക് ഈ ബാക്കിയുള്ള മാവ് മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കാം. ഇവിടെ ഞാനൊരു ചൂട് കട്ടിയുള്ള പാത്രം വെച്ചിട്ട് പാനോ ചീനിച്ചട്ടിയോ വെച്ചിട്ട് നമുക്ക് ചൂടാക്കാം. എന്നിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്കിതെടുത്ത് ഈ എണ്ണയ്ക്കകത്തിലേക്കിടാം. എന്നിട്ട് ഫ്ലെയിം അല്പം കുറച്ച് വെക്കാം, മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാം. ഒരു ചെറിയ ബ്രൗൺ കളർ വരുന്നിടം വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കുക. 2 സൈഡും തിരിച്ചിട്ട് മൂപ്പിക്കുക. 2 സൈഡും ചെറിയ ബ്രൗൺ കളർ ആകുന്നിടം വരെ മൂപ്പിക്കുക. ഇത് നല്ല ഒരു ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി കോരിയെടുക്കാം. 2 സൈഡും അതേ സെയിം കളർ പോലെ തന്നെ വന്നിട്ടുണ്ട് കണ്ടോ. അതിന് നമുക്ക് കോരിയെടുക്കാം. കുറച്ച് തീയിലിട്ട് വേണം, കാര്യം അകത്തെ ആ ഫില്ലിങ്സ് കൂടി നമുക്കൊന്ന് വെന്ത് കിട്ടണ്ടേ. അതുകൊണ്ടാണ് തീ കുറച്ചിടണം എന്ന് പറഞ്ഞത്. അങ്ങനെ ഇത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കണ്ടോ. ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ഇവിടെ മൈദയും ഗോതമ്പ് പൊടിയും ഈക്വലായിട്ടാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ മൈദ മാത്രം എടുത്താൽ കുറച്ചും കൂടി കട്ടി കുറഞ്ഞിരിക്കും കേട്ടോ. കാരണം ഗോതമ്പ് പൊടി ഇടുമ്പോൾ ഇത്തിരി ഒരു കട്ടി തോന്നും നമുക്കിതിന്. മൈദ മാത്രമാണെങ്കിൽ ഒട്ടും കട്ടി ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്കിത് സോസിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.